പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തെ കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അവകാശം കൂടെ അവശേഷിപ്പിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി 142 സങ്കീർത്തനം. ഒരു ഗുഹയിൽ ഇരുന്നു കൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ്, ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദ്, അവിടെ ഒളിച്ചിരുന്നു കൊണ്ട് ദൈവത്തോട് കഴിക്കുന്നതായ ഒരു പ്രാർത്ഥന. സങ്കടമാണ് കേൾക്കുമ്പോൾ, നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകും. ഒരു രാജാവിന് വന്നതായ ഒരവസ്ഥ, തൻ്റെ ജീവിതത്തിൽ ഒളിച്ചിരുന്ന് ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒളിച്ചു പാർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് സ്വാതന്ത്ര്യമായി അല്ലെങ്കിൽ സ്വതന്ത്രമായി തൻ്റെ ആശയം പങ്കിടുവാൻ, സങ്കടം പങ്കിടുവാൻ ദൈവം മാത്രമുള്ളപ്പോൾ ആ ദൈവത്തോട് സംസാരിക്കുന്ന ചില വാചകങ്ങൾ ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതായ ഒരു വചനമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദിൻ്റെ ഒരു അനുഭവം നോക്കൂ. 4-ാം വാക്യം, 142 സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം. ദൈവത്തോട് ദാവീദ് പറയുന്നു, കർത്താവെ, വലത്തോട്ട് നോക്കി കാണണമേ. അതെന്തിനാണ് ഈ വലത്തോട്ട് നോക്കി കാണുന്നത്? ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു പടയാളിയുടെ, പടനേതാവിൻ്റെ വലത്ത് ഭാഗത്ത് എപ്പോഴും അംഗരക്ഷകനുണ്ടാകും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യുവാനും അദ്ദേഹത്തിനെ പരിരക്ഷിക്കുവാനും നിർദ്ദേശിക്കപ്പെട്ട, ഉത്തരവാദിത്തപ്പെട്ട പടനായകൻ രാജാവിൻ്റെ വലത്ത് ഭാഗത്താണ്. അല്ലെങ്കിൽ ഒരു പടനായകൻ്റെ വലത്ത് ഭാഗത്ത് ചില നിർദ്ദിഷ്ടമായ, ചുരുക്കപ്പെട്ടതായ, മിടുക്കന്മാരായ, പരിരക്ഷയ്ക്ക് യോഗ്യന്മാരായ, കഴിവുള്ള അംഗരക്ഷകരുണ്ടാകും. ഇപ്പോൾ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവരാരുമില്ല. താൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, വലത്തോട്ട് നോക്കി കാണണമേ. അതിനുശേഷം പറയുന്ന ഒരു വാചകം, എന്നെ അറിയുന്നവർ ആരും ഇല്ലല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ, നമ്മുടെ പിതാക്കന്മാർ, നമ്മെ നടത്തിയവർ, നമുക്കറിവുള്ളവർ, അല്ലെങ്കിൽ നമ്മെ പരിരക്ഷിച്ചു കൊണ്ടിരുന്നവർ, നമ്മെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നവർ, നമ്മെ സ്നേഹിച്ചവർ, അങ്ങനെ നാം ആശ്വാസം കണ്ടെത്തിയിരുന്ന പല ആ മുഖങ്ങളും നമ്മെ വിട്ട് കടന്നുപോയി നാം ഏകരായിരിക്കുന്നതായ അവസ്ഥയിൽ ദാവീദിന് അങ്ങനെയുള്ളൊരവസ്ഥയാണ്. തന്നെ അറിയുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവരിൽ പലരും പട്ടുപോയി. യുദ്ധത്തിൽ അവരെയൊക്കെ കാണാതായി. അവരിന്ന് ശേഷിക്കുന്നില്ല. ചിലരൊക്കെ അവനെ വിട്ട് ഓടിപ്പോയി. ചിലർ അവനെ ഇഷ്ടപ്പെടുന്നില്ല. ചിലർ അവന് ശത്രുക്കളായി മാറി. ചിലർ ശത്രുവുമല്ല, മിത്രവുമല്ല, ഒന്നിലും കൂട്ടുനിൽക്കാതെ പുറത്തു നിൽക്കുന്നവരായി, ചിലർ പരിഹസിക്കുന്നവരായി. ദാവീദ് പറയുകയാണ്, വലത്തോട്ട് നോക്കി കാണണമേ കർത്താവേ, എന്നെ അറിയുന്നവർ ആരുമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ പിതാക്കന്മാർ പലരും കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വേർപാടിൻ്റെ ദുഃഖം നാം അനുഭവിക്കുമ്പോൾ, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ, നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരുമൊക്കെ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ, എനിക്ക് ആരുമില്ല, എന്നെ അറിയുന്നവർ ആരുമില്ല, എല്ലാവരും നമ്മെ അറിയാത്തവരുടെ ഒരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കും. അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ദാവീദ് ഓരോരുത്തരുടെ മുഖത്ത് നോക്കി, എന്നെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദാവീദിനെയും ദാവീദിൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്തെയും ദാവീദ് ആരെന്നും അവനെ എവിടെ നിന്ന് ദൈവം വിളിച്ചുകൊണ്ട് വന്നെന്നും തിരിച്ചറിയാത്ത ഒരു കൂട്ടം ജനം അവൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ വലത്തുഭാഗത്ത് കർത്താവെ ഒന്ന് നോക്കി കാണണം, എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ. പക്ഷെങ്കിൽ ദാവീദ് ഒരു ആശ്രയം കണ്ടെത്തി. അവൻ്റെ പ്രാണന് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും അവനെ പരിരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരും കടപ്പെട്ടവരും ആരുമില്ലെങ്കിലും, അതിൻ്റെ 5-ാം വാക്യത്തിൽ ദാവീദ് പറയാണ്, യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു.
ജീവനുള്ളവർ കുറച്ചുപേർ ശേഷിച്ചിട്ടുണ്ട്, കുറച്ചുപേർ എൻ്റെ മുമ്പിലുണ്ട്. എങ്കിലും അവരാരും എൻ്റെ ഓഹരിക്കാരല്ല, അവരെന്നെ അറിയുന്നവരല്ല. എങ്കിലും അവരുടെയൊക്കെ മുൻപിൽ നീ എനിക്ക് ഓഹരിയാകുന്നു, നീ എനിക്ക് അവകാശം പങ്കിടുന്നവനാകുന്നു, നീ എനിക്ക് പങ്കു തരുന്നവനാകുന്നു, നീ എന്നെ പരിരക്ഷിക്കുന്നവനാകുന്നു, എന്നെ നിലനിർത്തുവാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ജീവിതത്തിൽ ഏകാന്തതയുടെ അനുഭവം പലപ്പോഴും പലർക്കും അനുഭവപ്പെടും. കുടുംബത്തിൽ അങ്ങനെയാണ്. കുടുംബത്തിൽ നമ്മുടെ നായകത്വം നഷ്ടപ്പെടുമ്പോൾ, ആരെങ്കിലും ആ നായകന്മാർ ഇല്ലാതാകുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നവർ, നാം ബലഹീനരായിരിക്കുമ്പോൾ നമ്മെ താങ്ങിയവരൊക്കെ നമ്മെ വിട്ട് അകന്നു പോകുന്നതായ ഒരു കാലയളവ്, ഒരു സമയം നമ്മുടെ മുൻപിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറില്ലേ? വിരക്തത നമ്മെ മൂടും, ഏകാന്തത നമ്മെ വീർപ്പുമുട്ടിക്കും, അസ്വസ്ഥതമായ ഒരു ജീവിത അന്തരീക്ഷം നമ്മെ വല്ലാതെ വിഷമിപ്പിക്കും. ആരുമില്ല എന്നുള്ളതായ ഒരു അസ്വസ്ഥതയും ഒരു പരാതിയും ആവലാതിയും നമ്മിൽ വർദ്ധിച്ചു വരും. പക്ഷെങ്കിൽ അങ്ങനെയുള്ള ഒരു സമയത്ത് ദാവീദ് തൻ്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ്, നീ ഒരു ഭക്തനായ മനുഷ്യനാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നിനക്കൊരു വഴിയുണ്ട്. നിന്റെ ദൈവത്തോട് നോക്കി അവനെ നോക്കി നിലവിളിച്ചുകൊണ്ട് ഒരു കാര്യം ഏറ്റുപറയണം. ജീവൻ ഉള്ളവരുടെ ദേശത്ത് നീ എനിക്ക് ഓഹരിയാകുന്നു. അങ്ങനെയുള്ള ഒരു ഭക്തന് ജീവിതത്തിൽ ആരുടെയും മുൻപിൽ ആരുമില്ലാതെ വന്നിരുന്നാലും തകർന്നു പോവുകയില്ല, ഏകാന്തത അനുഭവപ്പെടുകയില്ല, അല്ലെങ്കിൽ ഒരു അലസ്യമായിട്ടുള്ള ഒരു ജീവിതം അവൻ്റെ മുൻപിൽ കണ്ടുകൊണ്ട് ദുഃഖിക്കേണ്ടി വരില്ല. അവനെല്ലാവരും ഉള്ളതുപോലെ, ആരുമില്ലെങ്കിലും ഒരു വലിയ ഒരു വൻ കൂട്ടം, ഒരു പടജനം, ആകാശത്തിൻ്റെ ആകാശത്തിലെ അധിപതികൾ എത്ര അവനോട് എതിർത്തിരുന്നാലും ശരി, അല്ലെങ്കിൽ ഈ ലോകത്തിലെ അധിപതികൾ എത്രത്തോളം അവനോട് എതിർത്തിരുന്നാലും ശരി, ഒരദൃശ്യമായ കരം സ്വർഗത്തിൽ നിന്ന് അവന് വേണ്ടി നീട്ടുന്നെന്ന് അവൻ്റെ ഉള്ളിൽ ഒരു ദർശനമുണ്ടാകും. ആ ദർശനം അവനെ വഴി നടത്തും. അവന് ഓഹരി ഉണ്ടെന്ന് അവനൊരു വെളിച്ചമുണ്ടെന്ന് അവൻ കണ്ടെത്തും. ആദ്യം പറഞ്ഞു, വലത്തോട്ട് നോക്കി കാണുമ്പോൾ എനിക്കാരുമില്ല, എന്നെ അറിയുന്നവർ, ഞാൻ അറിയുന്ന മുഖങ്ങൾ എല്ലാം കടന്നുപോയി, അപ്രത്യക്ഷമായി പോയി. പലരും അവരുടെ ഓട്ടം തികച്ചു, പലരും എന്നെ വിട്ട് മാറിപ്പോയി, പല ശത്രുക്കൾ അവശേഷിച്ചിരിക്കുകയാണ്. എൻ്റെ വലത്തുഭാഗത്തിൻ്റെ ആജ്ഞ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കൽപ്പന കേട്ടുകൊണ്ട് എന്നെ അനുസരിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ, ഞാൻ തളരുമ്പോൾ എന്നെ ഒന്ന് താങ്ങുവാൻ, ഒരു ഉപദേശം തരുവാൻ, പോട്ടുമോനെ എന്ന് പറയുവാൻ ഒരു പിതാവില്ലാത്തതായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദുഃഖമുണ്ടാകും, പ്രയാസമുണ്ടാകും, ഭാരമുണ്ടാകും. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ആരുമില്ലാത്തതായ ഒരവസ്ഥ, നിന്നെ അറിയുന്നവർ ആരും നിന്റെ ചുറ്റും ഇല്ലാത്തപ്പോൾ, നിന്റെ സഹായികളും നിന്നെ ധൈര്യപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും അവർ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുവാനും നിനക്കാരുമില്ലാത്തതായ ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യണം? കർത്താവിനോട് നോക്കി, ദൈവത്തെ നോക്കി, ദൈവത്തോട് നിലവിളിക്കണം. നിലവിളിച്ചിട്ട് നാം തന്നെ ഏറ്റുപറയണം, ജീവനുള്ളവരുടെ ദേശത്തു നീ എൻ്റെ അവകാശമാകുന്നു, നീ എൻ്റെ ഓഹരിയാകുന്നു. അങ്ങനെ നാം ഏറ്റുപറയുമ്പോൾ ആ ഓഹരി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരനുഭവം നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലും ആത്മാവിലും നമ്മുടെ ദേഹിയിലും തിരിച്ചറിയുന്നതിനിടയായിത്തീരും. ലോകം തരാത്തൊരു സമാധാനം ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതായ ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ ചിന്തയാണ് നമ്മെ അനുദിനം വഴി നടത്തുന്നത്. ആ ചിന്തയാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. ആ ചിന്തയാണ് നമുക്ക് വേണ്ടി സകലതയും ചെയ്യുന്നത്. ഈ പ്രഭാതത്തിൽ അങ്ങനെ പ്രത്യാശ നിറഞ്ഞതായ ഒരു ജീവിതത്തിൻ്റെ അവകാശികളായി നമ്മെ ഓരോരുത്തരെയും ദൈവം മാറ്റുമാറാകട്ടെ. പ്രതിസന്ധികളിലും ആരുമില്ലാത്ത സ്ഥാനത്തും സകലരും വിട്ട് നമ്മെ മാറുന്നതായ സമയത്തും ആശ്വാസവും ആനന്ദവും സമാധാനം അരുളിത്തന്ന് നമ്മുടെ ജീവിതത്തെ ഒരു മനോഹരമായ ഒരു പന്ഥാവിൽ കൂടെ നടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം നമുക്ക് സഹായമായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.